ഓക്കെ, ഗുഡ് മോർണിംഗ്. കഴിഞ്ഞ ക്ലാസ്സിൽ ടീച്ചർ പഠിപ്പിച്ച ടോപ്പിക് എല്ലാവർക്കും മനസ്സിലായില്ലേ? ഡൗട്ട് ഒന്നുമില്ലല്ലോ? ഓക്കെ, അപ്പൊ നമുക്ക് ഇന്നൊരു ഒരു കമ്പാരിസൺ പഠിക്കാം. അതായത് നിങ്ങളിപ്പോൾ ഡിഫറെൻറ്റ് ഫോം ഓഫ് ബിസിനസ് ഓർഗനൈസേഷനെ പറ്റി പഠിച്ചു. സോൾ പ്രൊപ്രൈറ്റർഷിപ്പിനെ പഠിച്ചു, പാർട്ട്ണർഷിപ്പിനെ പറ്റി പഠിച്ചു, ജോയിന്റ് ഹിന്ദു ഫാമിലി ബിസിനസ്സിനെ പറ്റി പഠിച്ചു, ജോയിന്റ് സ്റ്റോക്ക് കമ്പനീനെ പഠിച്ചു, കോപ്പറേറ്റീവ് സൊസൈറ്റീനെ പഠിച്ചു ഇല്ലേ? അപ്പോ എന്താ ഈ സോൾ പ്രൊപ്രൈറ്റർഷിപ്പ് എന്ന് പറയണമെങ്കിൽ അതായത് ഒരു ബിസിനസ് ഒരു സിംഗിൾ ഓണർ ഓൺ ചെയ്തിട്ട് എന്ത് ചെയ്യണം, ഒരു ബിസിനസ് നടത്തുവാണെങ്കിൽ അത്തരത്തിലുള്ള ഒരു ബിസിനസ്സിനെ ആയിരിക്കും സോൾ പ്രൊപ്രൈറ്റർഷിപ്പ് ബിസിനസ് എന്ന് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ എന്താണ് പാർട്ട്ണർഷിപ്പ് ബിസിനസ് എന്ന് പറയണമെങ്കിൽ ദ ബിസിനസ് വിച്ച് ഈസ് ഓൺഡ് ബൈ ദി 2 or more persons. അതായത് 2 or more persons പാർട്ട്നേഴ്സ് ആയിട്ട് ഒരു ബിസിനസ്സിനെ നടത്തുവാണെങ്കിൽ, പ്രോഫിറ്റ് മോട്ടീവ് ആയിട്ട് ഒരു ബിസിനസ് നടത്തുവാണെങ്കിൽ അത്തരത്തിലുള്ള ഒരു ബിസിനസ്സിനെ ആയിരിക്കും പാർട്ട്ണർഷിപ്പ് ബിസിനസ് എന്ന് പറയണത്. ഓക്കെ, അപ്പൊ എന്താണ് ജോയിന്റ് ഹിന്ദു ഫാമിലി ബിസിനസ്? അതൊരു ഓൾഡസ്റ്റ് ഫോം ഓഫ് ബിസിനസ് ആണ്, സ്പെഷ്യൽ ഫോം ഓഫ് ബിസിനസ് ആണ്. പിന്നെന്താണ് ഹിന്ദു ലോനെ ബേസ് ചെയ്തിട്ടുള്ള ഒരു ഫോം ഓഫ് ബിസിനസ് ആണ്. പിന്നെന്താണ് അതിൽ മെമ്പേഴ്സ് ആരൊക്കെ ആയിരിക്കും? ജോയിന്റ് ഹിന്ദു ഫാമിലിയില് അല്ലെങ്കിൽ ഹിന്ദു അൺഡിവൈഡഡ് ഫാമിലിയിലെ മെമ്പേഴ്സ് ആയിരിക്കും അത്തരം ബിസിനസിന്റെ മെമ്പേഴ്സ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ കോപ്പറേറ്റീവ് സൊസൈറ്റി എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു വോളണ്ടറി അസോസിയേഷൻ ആണ്. എന്തിനാ അത്തരം അസോസിയേഷൻസുകൾ അല്ലെങ്കിൽ ആ ഒരു ബിസിനസ് ഫോം ചെയ്തേക്കണത്? അതിന്റെ മെമ്പേഴ്സിന്റെ വെൽഫെയറിന് വേണ്ടിയിട്ടാണ് അത്തരം ബിസിനസ്സുകൾ ഫോം ചെയ്യണത്. അതെന്താണ്? ഒരു സർവീസ് മോട്ടീവ് ആയിട്ടുള്ള ഫോം ഓഫ് ബിസിനസ് ആണ്. ഓക്കെ, പിന്നെന്താ നമ്മൾ പഠിച്ചത്? ജോയിന്റ് സ്റ്റോക്ക് കമ്പനി. ജോയിന്റ് സ്റ്റോക്ക് കമ്പനി പറഞ്ഞ എന്താണ്? അസോസിയേഷൻ ആണ്. ഒരു അസോസിയേഷൻ. എന്തിനാ അത് ഇൻകോർപ്പറേറ്റ് ചെയ്തേക്കണത്? ഒരു പ്രോഫിറ്റ് മോട്ടീവ് ആയിട്ടുള്ള ഒരു അസോസിയേഷൻ ആണ്. അതെന്താണ്? കമ്പനി ആക്ട് 2013 ബേസ് ചെയ്തിട്ട് ആ ഒരു ആക്ടിനെ പ്രകാരോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു പ്രീവിയസ് കമ്പനി ലോ പ്രകാരോ ഇൻകോർപ്പറേറ്റ് ചെയ്തിട്ടുള്ള ഒരു അസോസിയേഷൻ ആയിരിക്കും കമ്പനി എന്ന് പറയുന്നത്. അതിലെന്തായിരിക്കും? ഒരു പെർപെച്വൽ സക്സഷൻ ഉണ്ടായിരിക്കും, ഒരു കോമൺ സീൽ ഉണ്ടായിരിക്കും, സെപ്പറേറ്റ് ലീഗൽ എൻറ്റിറ്റി ഉണ്ടായിരിക്കും. ഓക്കെ, അപ്പൊ നിങ്ങൾക്ക് ഒക്കെ അറിയാം എന്താണ് ഫോം ഓഫ് ബിസിനസ്സുകൾ, ഏതൊക്കെയാണ് ഫോം ഓഫ് ബിസിനസ്സുകൾ, അതിന്റെ മീനിങ് ഒക്കെ നിങ്ങൾക്ക് അറിയാവുന്നതാണ് അല്ലേ? ഓക്കെ, അപ്പൊ നമുക്ക് ടീച്ചർ ഇപ്പോൾ ഒരു ഗ്രാഫിക് ഓർഗനൈസർ കാണിച്ചു തരാം. അതിൽ കുറച്ച് ബേസുകൾ ഉണ്ടായിരിക്കും. ആ ബേസുകളെ ബേസ് ചെയ്തിട്ട് നിങ്ങൾ എന്ത് ചെയ്യണം? ഈ 5 ഫോം ഓഫ് ബിസിനസ്സുകളെ നിങ്ങൾ എന്ത് ചെയ്യണം? ക്ലാസിഫൈ ചെയ്യണം. റെഡിയല്ലേ? ഓക്കെ, അപ്പൊ നിങ്ങൾക്ക് സ്ക്രീനില് ഗ്രാഫിക് ഓർഗനൈസറിന്റെ പിക്ചർ കാണാല്ലേ? ഓക്കെ, അപ്പൊ അതിലെങ്ങനെയാണ് ബേസ് കൊടുത്തേക്കുന്നത്? ഫസ്റ്റ് ഏതാണ്? മീനിങ്ങിനെ ബേസ് ചെയ്തിട്ട് നിങ്ങൾക്ക് എങ്ങനെയാണ് ഈ 5 ഫോം ഓഫ് ബിസിനസ്സിനെ ക്ലാസിഫൈ ചെയ്യാൻ കഴിയുക? സോൾ പ്രൊപ്രൈറ്റർഷിപ്പിന്റെ മീനിങ് പറയുമ്പോൾ എ ബിസിനസ് ഓൺഡ് ആൻഡ് മാനേജ്ഡ് ബൈ ദി ഇൻഡിവിജ്വൽസ് ആയിരിക്കും ആ ബിസിനസ്സിനെ ഓൺ ചെയ്യുകയും മാനേജ് ചെയ്യുകയും ചെയ്യണത്. ഓക്കെ, നെക്സ്റ്റ് നോക്കിയേ, പാർട്ട്ണർഷിപ്പ് ബിസിനസ് വിച്ച് ഈസ് ഓൺഡ് ആൻഡ് മാനേജ്ഡ് ബൈ 2 or more persons. 2 or more persons ആണ് അത് മാനേജ് ചെയ്യണത് അല്ലെങ്കിൽ ഓൺ ചെയ്യണമെങ്കിൽ അത്തരത്തിലുള്ള ഒരു ഫോം ഓഫ് ബിസിനസ്സിനെ ആയിരിക്കും പാർട്ട്ണർഷിപ്പ് എന്ന് പറയണത്. നെക്സ്റ്റ് നോക്കിയേ, ജോയിന്റ് ഹിന്ദു ഫാമിലി ബിസിനസ്. അതിന്റെ മീനിങ് എന്താണെന്ന് പറയാൻ പറ്റുക? എ ഫോം ഓഫ് ബിസിനസ് ഓർഗനൈസേഷൻ owned and carried by the member of joint Hindu family or Hindu undivided family. പിന്നെ ഏതാണ്? കോപ്പറേറ്റീവ് സൊസൈറ്റി എന്താണ്? ഇറ്റ്സ് എ വോളണ്ടറി അസോസിയേഷൻ ഓഫ് പേഴ്സൺ who join together with the object of for the welfare of മെമ്പേഴ്സിന്റെ വെൽഫെയറിന് വേണ്ടിയിട്ട് ഫോം ചെയ്തിട്ടുള്ള അത്തരത്തിലുള്ള ഒരു ഫോം ഓഫ് ബിസിനസ് ഓർഗനൈസേഷൻ ആണ് കോപ്പറേറ്റീവ് സൊസൈറ്റി എന്ന് പറയുന്നത്. ഇനി കമ്പനിയുടെ പറയുവാണെങ്കിൽ എന്താണ്? കമ്പനി എന്ന് പറയുന്നത് ഇൻകോർപ്പറേറ്റഡ് അസോസിയേഷൻ ഓഫ് പേഴ്സൺ ഹാവിംഗ് സെപ്പറേറ്റ് ലീഗൽ എൻറ്റിറ്റി, പെർപെച്വൽ സക്സഷൻ ആൻഡ് കോമൺ സീൽ. ഓക്കെ, അപ്പൊ അതാണ് മീനിങ്ങിന്റെ രീതിയിൽ നമ്മൾ ഈ ഒരു 5 ഫോം ഓഫ് ബിസിനസ്സിനെ ക്ലാസിഫൈ ചെയ്താൽ പറഞ്ഞാൽ എഴുതേണ്ടത്. ഇനി അടുത്ത എന്താണ്? ഫോർമേഷന്റെ ബേസിൽ പറയുവാണെങ്കിൽ ഈ സോൾ പ്രൊപ്രൈറ്റർഷിപ്പ് ഫോം ചെയ്യുക. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ, നിങ്ങളുടെ അടുത്തുള്ള കടകളൊക്കെ ഫോം ചെയ്യാന്ന് പറയുന്നത് ഭയങ്കര ബുദ്ധിമുട്ടാണോ അതോ എളുപ്പമാണോ?
ഭയങ്കര ഈസി ആയിരിക്കും. അപ്പോൾ ഫോർമേഷൻ എന്ന് പറയുന്നത് ഭയങ്കര ഈസി ആയിരിക്കും. ദർ ഇസ് നോ രജിസ്ട്രേഷൻ ഈസ് റിക്വയർഡ്. ഇനി പാർട്ട്ണർഷിപ്പ് ബിസിനസ്സിനെ നോക്കൂ. പാർട്ട്ണർഷിപ്പ് ബിസിനസ്സുകൾ ഫോം ചെയ്യാന്ന് പറയുന്നത് നമ്മൾ ഓൾറെഡി പഠിച്ച കാര്യമാണ്. പാർട്ട്ണർഷിപ്പ് അത് ഈസി ആണോ അതോ ഭയങ്കര ഡിഫിക്കൽട്ട് ആയിട്ടുള്ള ഒരു ടാസ്ക് ആണോ? ഭയങ്കര ഈസി ആയിട്ടുള്ള ടാസ്ക് ആണ്. അതൊരു ഈ രജിസ്റ്റർ ചെയ്യാന്ന് പറയുന്നത് എന്താണ്? ഓപ്ഷനിലാണ്. നമ്മൾ കുറെ പഠിച്ചു. അത്തരത്തിലുള്ള ഒരു ബിസിനസ് ഓർഗനൈസേഷൻ രജിസ്റ്റർ ചെയ്തില്ലെങ്കിൽ നോൺ രജിസ്ട്രേഷൻ അതിന്റെ ഇഫക്ട്സുകളൊക്കെ നമ്മൾ പഠിച്ചതാണ്. ഓക്കെ. ഇനി ജോയിന്റ് ഹിന്ദു ഫാമിലി ബിസിനസ് എന്ന് പറയുന്നത് ഫോം ചെയ്യാൻ എളുപ്പമാണോ? ഭയങ്കര ഈസിയാണ്. എന്താണ് അവരുടെ ഫാമിലി മെമ്പേഴ്സുകൾ കൂടിയിട്ടാണ് ആ ബിസിനസ് ഫോം ചെയ്യണത്. അപ്പോൾ അവിടെ ഒരു ഡിഫിക്കൽറ്റി ഒന്നുമില്ല. ഭയങ്കര ഈസി ആയിട്ട് അത്തരം ബിസിനസ്സുകൾ ഫോം ചെയ്യാം. നെക്സ്റ്റ് വൺ നോക്കിയേ, കോപ്പറേറ്റീവ് സൊസൈറ്റി. കോപ്പറേറ്റീവ് സൊസൈറ്റി രജിസ്ട്രേഷൻ എങ്ങനെയാണ്? കമ്പൽസറി ആണ്. അപ്പൊ എന്തായിരിക്കും? അവിടെ കൂടുതൽ ലീഗൽ ഫോർമാലിറ്റീസുകളൊക്കെ ഉണ്ടായിരിക്കും. നെക്സ്റ്റ് വൺ എന്താണ്? കമ്പനി. കമ്പനി എന്താണ്? കോംപ്ലക്സ് ആയിട്ടുള്ള ലീഗൽ ഫോർമാലിറ്റീസുകളൊക്കെ ഫോളോ ചെയ്തിട്ട് വേണം അത്തരം ബിസിനസ്സുകളെ ഫോം ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പൊ എന്തായിരിക്കും? അത്തരത്തിലുള്ള ബിസിനസ്സുകൾ ഫോം ചെയ്യാന്ന് പറയുന്നത് ഭയങ്കര ഡിഫിക്കൽട്ട് ആണ്, അല്ലെങ്കിൽ കോംപ്ലക്സ് ആയിട്ടുള്ള ഒരു ടാസ്ക് ആണ്. നെക്സ്റ്റ് വൺ എന്താണ്? മെമ്പർഷിപ്പ്. അതായത് മെമ്പർ ആരൊക്കെ ആയിരിക്കും? ഈ സോൾ പ്രൊപ്പറേറ്റർഷിപ്പ് ബിസിനസ്സിലെ മെമ്പേഴ്സ് ആരൊക്കെയാണ്? സോൾ ഓണർ ആയിരിക്കും. ഒരൊറ്റ ഓണർ ആയിരിക്കും ഉണ്ടാവുക. നിങ്ങൾ ആലോചിച്ച് നോക്കിയാൽ, സോൾ പ്രൊപ്പറേറ്റർഷിപ്പ് ബിസിനസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ അടുത്തുള്ള ഒരു ചായക്കട, അല്ലെങ്കിൽ ഒരു ബ്യൂട്ടി ഷോപ്പ്, അല്ലെങ്കിൽ ഒരു ടൈലറിങ് ഷോപ്പ്, അങ്ങനെ ഏതെങ്കിലും ഒരു ഷോപ്പിനെ നിങ്ങളിങ്ങനെ ആലോചിച്ച് വെച്ചാൽ മതി. അപ്പൊ നിങ്ങൾക്ക് അവിടെ എന്തായിരിക്കും? അവിടെ മെമ്പർ ആയിരിക്കും ഒരൊറ്റ ഓണറേ ഉണ്ടായിരിക്കുള്ളൂ. ഇനി അടുത്ത് നോക്കിയേ, പാർട്ട്ണർഷിപ്പ് ബിസിനസ്സിൽ എങ്ങനെയാണ്? മിനിമം 2 ആളെങ്കിലും വേണമെങ്കിൽ ഉണ്ടെങ്കിൽ മാത്രമേ ഒരു പാർട്ട്ണർഷിപ്പ് ബിസിനസ് ഫോം ചെയ്യാനായിട്ട് പറ്റുള്ളൂ. മാക്സിമം എത്രയാണ്? 50 പേരെങ്കിലും മാക്സിമം ഉണ്ടെങ്കിൽ മാത്രമേ അത്തരത്തിലുള്ള ഒരു പാർട്ട്ണർഷിപ്പ് ബിസിനസ്സുകളെ നമുക്ക് ഫോം ചെയ്യാനായിട്ട് പറ്റുള്ളൂ. ഇനി അടുത്ത ഏതാണ്? ഈ ജോയിന്റ് ഹിന്ദു ഫാമിലി ബിസിനസ് ആണെങ്കിൽ എങ്ങനെയാണ്? അതിന്റെ മാക്സിമം 2 മെമ്പേഴ്സ് വേണം. മിനിമം നമ്പർ പറയാൻ പറ്റുമോ? നമുക്ക് ഇത്ര ഫാമിലിയിൽ ഇത്ര പേരെ പാടുള്ളൂ എന്ന് പറയാൻ പറ്റുമോ? ഇല്ല. പക്ഷെ ഒരു 3 സക്സസീവ് ജനറേഷൻ ആണ് എന്ന് പറഞ്ഞിട്ടുണ്ട്. പക്ഷെ ഒരിക്കലും നമുക്ക് മാക്സിമം ലിമിറ്റ് പറയാനായിട്ട് പറ്റില്ല. പിന്നെ അടുത്ത ഏതാണ്? കോപ്പറേറ്റീവ് സൊസൈറ്റി. അതിനെന്താണ്? അറ്റ്ലീസ്റ്റ് 10 എങ്കിലും 10 മെമ്പർ എങ്കിലും അത്തരത്തിലുള്ള ഒരു കോപ്പറേറ്റീവ് സൊസൈറ്റി ഫോം ചെയ്യാനായിട്ട് ആവശ്യമാണ്. ഇനി ഒരു കമ്പനിയുടെ കാര്യം പറയുകയാണെങ്കിൽ നമുക്ക് കമ്പനീനെ പ്രൈവറ്റ് കമ്പനി, പബ്ലിക് കമ്പനിക്ക് ആക്കി ക്ലാസിഫൈ ചെയ്തോടെ. അങ്ങനെയാണെങ്കിൽ പ്രൈവറ്റ് കമ്പനി എങ്ങനെയായിരിക്കും? മിനിമം 2 മെമ്പർ വേണം, മാക്സിമം 200 എന്ന് ആലോചിച്ച് വെച്ചാൽ മതി പ്രൈവറ്റ് കമ്പനി ആണെങ്കിൽ. പബ്ലിക് കമ്പനി ആണെങ്കിലോ? പബ്ലിക് കമ്പനിയിൽ മിനിമം 7 ആൻഡ് മാക്സിമം അൺലിമിറ്റഡ് ആയിരിക്കും. മാക്സിമം എത്ര പേര് വേണമെങ്കിൽ ആകാം, പക്ഷെ മിനിമം എന്ന് പറയുന്നത് 7 ആയിരിക്കും. ഓക്കെ, മനസ്സിലായില്ലേ മെമ്പേഴ്സിന്റെ കാര്യം? ഓക്കെ, അപ്പൊ നമ്മൾ ഏതൊക്കെയാണ് പഠിച്ചത്? മീനിങ്, ഫോർമേഷൻ ആൻഡ് മെമ്പേഴ്സ്. നെക്സ്റ്റ് വൺ നോക്കിയേ, ക്യാപിറ്റൽ എങ്ങനെയാണ്? സോൾ പ്രൊപ്പറേറ്റർഷിപ്പ് ബിസിനസ്സുകൾ നമ്മൾ സ്റ്റാർട്ട് ചെയ്യാൻ പോവുകയാണെന്ന് വിചാരിക്കാം. അപ്പൊ നമ്മുടെ കയ്യിൽ എങ്ങനെയായിരിക്കും ക്യാപിറ്റൽ? ഒരൊറ്റ ഓണറേ ഉള്ളൂ, അതുകൊണ്ട് തന്നെ അവിടെ ലിമിറ്റഡ് ക്യാപിറ്റൽ ആയിരിക്കും ഉണ്ടാകുക. അതേപോലെ തന്നെയാണ് പാർട്ട്ണർഷിപ്പ് ബിസിനസ്സിൽ 2 or 3 ഓണേഴ്സ് ഉണ്ടാവുള്ളൂ, അല്ലെങ്കിൽ 2 to 50 നമ്പേഴ്സ് വരെ ആയിരിക്കും മാക്സിമം ഉണ്ടാവുന്ന ഓണേഴ്സ് എന്ന് പറയുന്നത്. അപ്പോൾ മറ്റ് ബിസിനസ്സുകളെ സംബന്ധിച്ചിടത്തോളം, മറ്റ് ബിസിനസ്സുകളെ കമ്പയർ ചെയ്യുമ്പോൾ ഈ പാർട്ട്ണർഷിപ്പ് ബിസിനസ്സിന് ലിമിറ്റഡ് ആയിരിക്കും അതിന്റെ ക്യാപിറ്റൽ എന്ന് പറയുന്നത്. ഇനി അടുത്തത് എന്താണ് പറഞ്ഞത്? ജോയിന്റ് ഹിന്ദു ഫാമിലി ബിസിനസ് ആണെങ്കിൽ അതിന്റെ ക്യാപിറ്റൽ എങ്ങനെയായിരിക്കും ഫോം ചെയ്യുക? ആൻസിസ്റ്റർ പ്രോപ്പർട്ടീനെ ബേസ് ചെയ്തിട്ടായിരിക്കും അതിന്റെ ക്യാപിറ്റൽ എന്ന് പറയുന്നത്. കോപ്പറേറ്റീവ് സൊസൈറ്റി ആണെങ്കിൽ അവിടെ റിസോഴ്സസ് എങ്ങനെയായിരിക്കും? ലിമിറ്റഡ് ആയിരിക്കും. പിന്നെ എന്താണ്? ജോയിന്റ് സ്റ്റോക്ക് കമ്പനി ആണെങ്കിലോ? ജോയിന്റ് സ്റ്റോക്ക് കമ്പനി എന്ന് പറയുമ്പോൾ എങ്ങനെയാണ്? അവിടെ എന്തായിരിക്കും? ഷെയറുകളൊക്കെ സെയിൽ ചെയ്തിട്ടായിരിക്കും അവിടെ ക്യാപിറ്റൽ ഫോം ചെയ്യുന്നുണ്ടാവുക. അതുകൊണ്ട് തന്നെ അവിടെ ലാർജ് ഫിനാൻഷ്യൽ റിസോഴ്സസ് ആയിരിക്കും ഉണ്ടായിരിക്കുക. ഇനി നെക്സ്റ്റ് വൺ നോക്കിയേ, നമ്മൾ ക്യാപിറ്റൽ പറഞ്ഞു. അങ്ങനെയാണെങ്കിൽ അപ്പോൾ നമുക്ക് ലയബിലിറ്റി പറയാം. ലയബിലിറ്റി എങ്ങനെയായിരിക്കും? സോൾ
പ്രൊപ്രൈറ്റർഷിപ്പ് ബിസിനസ് ആണെങ്കിൽ അവിടെ എന്താണ് ഒരൊറ്റ ആള്. അപ്പോൾ അവിടെ ഒരു റിസ്ക് വന്നു എന്ന് വിചാരിക്കാം. അപ്പോൾ റിസ്ക് വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ആരാ അവർ ബിയർ ചെയ്യുക? ആളൊറ്റ ആളായിരിക്കും ബിയർ ചെയ്യുക. അതുകൊണ്ടായിരിക്കും അതിനെ അൺലിമിറ്റഡ് ലയബിലിറ്റി എന്ന് പറയുന്നത്. എന്താണ് അപ്പോൾ പറഞ്ഞത്? സോൾ പ്രൊപ്രൈറ്റർഷിപ്പ് ബിസിനസ്സിന് എന്തായിരിക്കും? അൺലിമിറ്റഡ് ലയബിലിറ്റി ആയിരിക്കും ഉണ്ടാകുക. നെക്സ്റ്റ് വൺ നോക്കിയേ, പാർട്ട്ണർഷിപ്പ് ബിസിനസ്. പാർട്ട്ണർഷിപ്പ് ബിസിനസ്സിൽ 2-3 ആൾക്കാർ മിനിമം വെച്ചിട്ട് നമുക്ക് ഫോം ചെയ്യുകയാണെങ്കിൽ 2-3 ആൾക്കാർ, മാക്സിമം 50 ആളുണ്ടായിരിക്കും. അപ്പോൾ അവിടെ ഒരു റിസ്ക് വന്നു എന്ന് വിചാരിക്കും. അങ്ങനെയാണെങ്കിൽ ആ മെമ്പേഴ്സുകൾ ബിയർ ചെയ്യണോ വേണ്ടയോ? ബിയർ ചെയ്യണം. നമ്മൾ അതിൻ്റെ ഡെഫിനേഷനെല്ലാം പഠിച്ചിട്ടുണ്ട്. പാർട്ട്ണർഷിപ്പ് ബിസിനസ്സിൽ എന്തായിരിക്കും? അതിൻ്റെ റിസ്ക് വന്നു കഴിഞ്ഞാൽ ആ മെമ്പേഴ്സുകൾ അല്ലെങ്കിൽ പാർട്ട്നേഴ്സ് ബിയർ ചെയ്യണം എന്നത്. അതുകൊണ്ട് തന്നെ ഈ പാർട്ട്നേഴ്സിന് അൺലിമിറ്റഡ് ലയബിലിറ്റി ആയിരിക്കും ഉണ്ടാകുക. ഇനി നെക്സ്റ്റ് വൺ നോക്കിയേ, ജോയിന്റ് ഹിന്ദു ഫാമിലി ബിസിനസ്. ജോയിന്റ് ഹിന്ദു ഫാമിലി ബിസിനസ്സിൽ എങ്ങനെയാണ്? കർത്തയ്ക്ക് അൺലിമിറ്റഡ് ലയബിലിറ്റി ആയിരിക്കും. അങ്ങനെ എങ്കിൽ അവരുടെ മെമ്പേഴ്സിന് കോ പാർട്ട്നേഴ്സിന് എന്തായിരിക്കും? ലിമിറ്റഡ് ആയിട്ടുള്ള ലയബിലിറ്റി ആയിരിക്കും ഉണ്ടാകുക. ഇനി കോപ്പറേറ്റീവ് സൊസൈറ്റി ആണെങ്കിൽ അവിടെ ലയബിലിറ്റി എങ്ങനെയായിരിക്കും? ലിമിറ്റഡ് ആയിരിക്കും. അതേപോലെ തന്നെ ജോയിന്റ് സ്റ്റോക്ക് കമ്പനിയിലും അവരുടെ ഷെയർ ഹോൾഡേഴ്സിൻ്റെ ലയബിലിറ്റി എന്ന് പറയുന്നത് ലിമിറ്റഡ് ആയിരിക്കും. അവരുടെ ആ ഷെയർസിൻ്റെ നോമിനൽ വാല്യൂവിനെ ബേസ് ചെയ്തിട്ടായിരിക്കും ഉണ്ടാകുക. അല്ലെങ്കിൽ ഗ്യാരണ്ടീഡ് എമൗണ്ടിനെ ബേസ് ചെയ്തിട്ടായിരിക്കും. അതുകൊണ്ട് തന്നെ അവരുടെ ലയബിലിറ്റി എന്ന് പറയുന്നത് ലിമിറ്റഡ് ആണ് എന്ന് നമുക്ക് പറയാം. നെക്സ്റ്റ് വൺ നോക്കിയേ, കൺട്രോൾ ആൻഡ് മാനേജ്മെന്റ്. ഈ സോൾ പ്രൊപ്രൈറ്റർഷിപ്പ് ബിസിനസ്സിൽ ആരാ കൺട്രോൾ ചെയ്യുക? ഓൺ ചെയ്യണതും കൺട്രോൾ ചെയ്യണതും സോൾ ഓണർ ആയിരിക്കും. ഇനി പാർട്ട്ണർഷിപ്പ് ബിസിനസ്സിന് എടുക്കുകയാണെങ്കിൽ അത് ആരാണ് ഓൺ ചെയ്യണതും കൺട്രോൾ ചെയ്യണത്? പാർട്ട്നേഴ്സ് ആയിരിക്കും അതിനെ ഓൺ ചെയ്യണതും കൺട്രോൾ ചെയ്യണതും. ഇനി ജോയിന്റ് ഹിന്ദു ഫാമിലി ബിസിനസ് എടുക്കുകയാണെങ്കിൽ ആരായിരിക്കും? കർത്തയായിരിക്കും ഓൺ ചെയ്യണതും മാനേജ് ചെയ്യണതും. നെക്സ്റ്റ് വൺ ഏതാണ്? കോപ്പറേറ്റീവ് സൊസൈറ്റി. കോപ്പറേറ്റീവ് സൊസൈറ്റിയിൽ ആരാണ്? മാനേജിങ് കമ്മിറ്റി ആയിരിക്കും അതിനെ ഓൺ ചെയ്യണതല്ല, മാനേജ് ചെയ്യണത് ഈ മാനേജിങ് കമ്മിറ്റി ആയിരിക്കും. ഇനി നമ്മുടെ കമ്പനി എടുത്തേ, കമ്പനിയിൽ ആരാണ്? ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ് ആയിരിക്കും, മാനേജേഴ്സ് ആയിരിക്കും ആ ഒരു ബിസിനസ്സിനെ കൺട്രോൾ ചെയ്യണത്, മാനേജ് ചെയ്യണത്. ഓക്കെ, ഇനി നെക്സ്റ്റ് വൺ ഏതാണ്? കണ്ടിന്യൂറ്റി. കണ്ടിന്യൂറ്റി എങ്ങനെയാണ്? സോൾ പ്രൊപ്രൈറ്റർഷിപ്പ് ബിസിനസ് ആണെങ്കിൽ അതിന് കണ്ടിന്യൂറ്റി എങ്ങനെയായിരിക്കും? ആ ഒരു സോൾ ഓണർക്ക് ഡെത്ത് സംഭവിച്ചു, റിട്ടയർ സംഭവിച്ചു, അല്ലെങ്കിൽ ഇൻസോൾവെന്റ് ആയി എങ്കിൽ എന്താണ്? ആ ബിസിനസ് അവിടെ നിൽക്കും, അവിടെ സ്റ്റോപ്പ് ആവും. അപ്പം എന്താണ്? അതിന് ലിമിറ്റഡ് ആയിട്ടുള്ള ലൈഫ് ആയിരിക്കും ഉണ്ടാകുക. ഇനി പാർട്ട്ണർഷിപ്പ് ബിസിനസ്സിലോ ഒരു പാർട്ട്ണർ ഡെത്ത് സംഭവിച്ചു, റിട്ടയർമെന്റ് സംഭവിച്ചു, ഇൻസോൾവെന്റ് ആയി, അങ്ങനെയെങ്കിൽ ആ പാർട്ട്ണർഷിപ്പ് ബിസിനസ് അവിടെ എൻഡ് ചെയ്യും. അപ്പോൾ ലിമിറ്റഡ് ലൈഫ് ആയിരിക്കും പാർട്ട്ണർഷിപ്പ് ബിസിനസ്സിന് ഉണ്ടായിരിക്കുക. ഇനി നെക്സ്റ്റ് എന്താണ്? ജോയിന്റ് ഹിന്ദു ഫാമിലി ബിസിനസ്. ജോയിന്റ് ഹിന്ദു ഫാമിലി ബിസിനസ്സിൽ എങ്ങനെയാണ്? കർത്തയ്ക്ക് ഡെത്ത് സംഭവിച്ചു വിചാരിച്ചു കഴിഞ്ഞാൽ അടുത്ത എൽഡേസ്റ്റ് ആയിട്ടുള്ള മെമ്പർ, ആ ഫാമിലിയിലെ എൽഡർ മെമ്പർ എന്താണ്? നെക്സ്റ്റ് കർത്തയായിട്ട് മാറും. അപ്പോൾ അവിടെ എന്തായിരിക്കും? ഒരു ലോങ് ലൈഫ് ആയിരിക്കും അത്തരത്തിലുള്ള ഒരു ജോയിന്റ് ബിസിനസ്, അത്തരത്തിലുള്ള ഫോം ഓഫ് ബിസിനസ്സിന് ഉണ്ടായിരിക്കാം. നെക്സ്റ്റ് വൺ ഏതാണ്? കോപ്പറേറ്റീവ് സൊസൈറ്റി. കോപ്പറേറ്റീവ് സൊസൈറ്റി എന്താണ്? അവിടെ ഒരു സ്റ്റേബിൾ ഉണ്ടായിരിക്കും, അവിടെ ഒരു സെപ്പറേറ്റ് ലീഗൽ എക്സിസ്റ്റൻസ് ഉണ്ട് എന്നാണ് പറയണത്. അപ്പോൾ അതിനൊരു ലോങ് ലൈഫ് ഉണ്ട് എന്ന് നമുക്ക് പറയാം. നെക്സ്റ്റ് വൺ എന്താണ്? കമ്പനിക്ക് എങ്ങനെയാണ്? അവനൊരു പെർപെക്ച്വൽ സക്സഷൻ ഉണ്ട്, അല്ലെ? ഒരു സെപ്പറേറ്റ് ലീഗൽ എൻറ്റിറ്റി ഉള്ളതുകൊണ്ട് തന്നെ അവിടെ ഒരു പെർപെക്ച്വൽ സക്സഷൻ ഉണ്ട്. അവരുടെ മെമ്പേഴ്സിന്റെ ഡെത്തോ ഇൻസോൾവൻസിയോ റിട്ടയർമെന്റോ ഒന്നും ബിസിനസിന്റെ, ആ കമ്പനിയുടെ നിലനിൽപ്പിനെ ഒരിക്കലും ബാധിക്കില്ല. അതുകൊണ്ട് അതിനെന്തായിരിക്കും? ഒരു ലോങ് ലൈഫ് ഉണ്ട് എന്ന് നമുക്ക് പറയാം. അപ്പൊ ഇതൊക്കെയാണ് നമ്മൾ ഈ 5 ഫോം ഓഫ് ബിസിനസിനെ കമ്പയർ ചെയ്യാൻ പറഞ്ഞു കഴിഞ്ഞാൽ എഴുതേണ്ടത്. മനസ്സിലായോ? ഡൗട്ട് ഒന്നുമില്ലല്ലോ? ഓക്കെ. അപ്പോൾ നമ്മൾ നേരത്തെ പഠിച്ചത് നിങ്ങൾക്ക് മനസ്സിലായില്ലേ? ഡൗട്ടൊന്നുമില്ലല്ലോ? ഓക്കെ. അങ്ങനെയാണെങ്കിൽ നമ്മളിപ്പോൾ ഒരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാൻ പോവുകയാണെന്ന് വിചാരിക്കാം. അപ്പം നമ്മൾ എന്ത് ചെയ്യണം? അത് ഏത് ഫോം ആയിരിക്കണമെന്ന് ഫൈൻഡ് ഔട്ട് ചെയ്യണം, വേണ്ടേ? അപ്പോൾ അങ്ങനെ നമ്മൾ ഫൈൻഡ് ഔട്ട് ചെയ്യുമ്പോൾ, ഇപ്പോൾ നിങ്ങളൊരു ബിസിനസ് മാൻ ആണെന്ന് വിചാരിക്കാം. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ എന്തൊക്കെ ഫാക്ടേഴ്സാണ് ഒരു ബിസിനസ് ഫോം ഓഫ് ബിസിനസ് സെലക്ട് ചെയ്യുന്നതിന് മുന്നേ നിങ്ങൾ ഏതൊക്കെ ഫാക്ടേഴ്സുകളാണ് കൺസിഡർ ചെയ്യുക? എന്താണ്? അതിൻ്റെ
ക്യാപിറ്റല് നമ്മൾ നോക്കും. ഓക്കെ, ക്യാപിറ്റല് നോക്കും. ക്യാപിറ്റൽ നോക്കും. ഓക്കെ, പിന്നെന്താണ് നോക്കുക? ക്യാപിറ്റൽ നോക്കുവാണെങ്കിൽ പിന്നെന്താണ്? ലയബിലിറ്റി നോക്കും. ഓക്കെ, ലയബിലിറ്റി നോക്കും. പിന്നെന്താ നോക്കുക? അതിന്റെ മാനേജ്മെന്റ്, ഒരു ബിസിനസിന്റെ മാനേജ്മെന്റ് എങ്ങനെയാണ് എന്ന് നോക്കും. മാനേജ്മെന്റ് എങ്ങനെയാണ് എന്ന് നോക്കും. പിന്നെ എന്ത് ഫാക്ടറാണ് നോക്കുക? ആ ബിസിനസ് ഫോം ചെയ്യാൻ ആവശ്യമായിട്ടുള്ള കോസ്റ്റ് എങ്ങനെയാണ് നോക്കും. ഓക്കെ, കോസ്റ്റ് എങ്ങനെയാണ് നോക്കി നോക്കും. ഓക്കെ, പിന്നെന്താണ്? നമ്മൾ ഏത് തരത്തിലുള്ള ബിസിനസ് ആണ് ഫോം ചെയ്യണേ എന്ന് നോക്കും. ഓക്കെ, അതിന്റെ നാച്ചർ നോക്കി നോക്കും. ആ ബിസിനസിന്റെ റിസ്ക് നോക്കും. വെരി ഗുഡ്, റിസ്ക് നമ്മൾ നോക്കി നോക്കും. റിസ്ക് എങ്ങനെയാണ് ആ ബിസിനസ് ഫോം ചെയ്യുമ്പോൾ ഉണ്ടാവണ റിസ്ക് എങ്ങനെയാണ് എന്ന് നോക്കി വെക്കും. പിന്നെന്താണ്? എന്താണ്? മാർക്കറ്റ് എങ്ങനെയാണ് നോക്കി വെക്കും. നമ്മുടെ ആ ഒരു പ്രൊഡക്റ്റിന്റെ മാർക്കറ്റ് എങ്ങനെയാണ് എന്ന് നമ്മൾ നോക്കി നോക്കും. പിന്നെന്താണ്? അതിന്റെ കണ്ടിന്യൂറ്റി, എത്രത്തോളം കാലമാണ് നമുക്ക് ആ ബിസിനസ് നിലനിൽക്കേണ്ടത്. കണ്ടിന്യൂറ്റി. ഓക്കെ, കണ്ടിന്യൂറ്റി നമ്മൾ കൺസിഡർ ചെയ്യണം. പിന്നെന്താണ്? അതിന്റെ മാനേജ്മെന്റ് എങ്ങനെയായിരിക്കണം. മാനേജ്മെന്റ് എങ്ങനെയാകണം. പിന്നെന്താണ്? അതിന്റെ മെമ്പേഴ്സുകൾ. ഓക്കെ, മെമ്പേഴ്സുകൾ എങ്ങനെയാണ്. ഓക്കെ, അപ്പൊ ഇതൊക്കെ തന്നെയാണ് ഒരു ബിസിനസ് ഫോം ചെയ്യുമ്പോൾ കൺസിഡർ ചെയ്യേണ്ട ഫാക്ടേഴ്സ് എന്ന് പറയുന്നത്. വെരി ഗുഡ്. ഓക്കെ, അപ്പോ നിങ്ങൾ പറഞ്ഞ ഫാക്ടേഴ്സ് ഒക്കെ കറക്റ്റ് ആണ്. ഇത് കൂടാതെ ടീച്ചർ കുറച്ചും കൂടി പോയിന്റ്സുകൾ ആഡ് ചെയ്തിട്ടുണ്ടായിരിക്കും. അപ്പോൾ അങ്ങനെയുള്ള ആ PPT നമുക്കൊന്ന് നോക്കാം. എല്ലാവരും PPTയിലേക്ക് പോകും. ഓക്കെ, അപ്പോൾ നമുക്ക് ഫോം ഓഫ് ബിസിനസ് ഓർഗനൈസേഷൻ സെലക്ട് ചെയ്യുമ്പോൾ എന്തൊക്കെ ഫാക്ടേഴ്സുകളാണ് കൺസിഡർ ചെയ്യണമെന്ന് നോക്കാം. ഫസ്റ്റ് വൺ എന്താണ്? കോസ്റ്റ് ആൻഡ് ഈസി ഇൻ സെറ്റിംഗ് അപ്പ് ദ ഓർഗനൈസേഷൻ. അതായത് ഇപ്പോൾ നമ്മൾ സോൾ പ്രൊപ്രൈറ്റർഷിപ്പ് ബിസിനസ്സാണ് സെലക്ട് ചെയ്യണമെന്ന് വിചാരിക്കാം. അപ്പോൾ അവിടെ എന്തായിരിക്കും? അവിടെ സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ലീഗൽ ഫോർമാലിറ്റീസുകൾ വേണോ? വേണ്ട. അവിടെ ഒരു രജിസ്ട്രേഷൻ്റെ ആവശ്യമുണ്ടോ? ഇല്ല. അപ്പോൾ അത് എത്രത്തോളം ഇൻഎക്സ്പെൻസീവ് ആണെന്ന് നമുക്ക് പറയാം. അപ്പോൾ ഈ സോൾ പ്രൊപ്രൈറ്റർഷിപ്പ് ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുക എന്ന് പറയുന്നത് ഇൻഎക്സ്പെൻസീവ് ആയിട്ടാണ് കൺസിഡർ ചെയ്യുന്നത്. അവിടെ ലെസ് ലീഗൽ ഫോർമാലിറ്റീസുകളായിരിക്കും ഫുൾഫിൽ ചെയ്യേണ്ടിയിട്ടുണ്ടാവുക. അപ്പോൾ അതാണ് ഈ സോൾ പ്രൊപ്രൈറ്റർഷിപ്പ് ബിസിനസ്സിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ. ഇനിയിപ്പോൾ പാർട്ട്ണർഷിപ്പ് ബിസിനസ്സിലാണെങ്കിലോ അവിടെ ചെറിയ ലീഗൽ ഫോർമാലിറ്റീസുകളൊക്കെ നമ്മൾ ഫുൾഫിൽ ചെയ്യണം. പക്ഷേ നമുക്ക് ലോ കോസ്റ്റ് ആയിട്ട് തന്നെ അതിനെ കൺസിഡർ ചെയ്യാവുന്നതായിരിക്കും. പക്ഷേ കോപ്പറേറ്റീവ് സൊസൈറ്റീസിൻ്റെ കേസിലോ അല്ലെങ്കിൽ കമ്പനിയുടെ കേസിലൊക്കെ എങ്ങനെയാണ്? അവിടെ രജിസ്ട്രേഷൻ എന്ന് പറയുന്നത് കമ്പൽസറി ആയിരിക്കും. അപ്പോൾ മറ്റ് ബിസിനസ്സുകളെ സംബന്ധിച്ചിടത്തോളം ഇതെന്തായിരിക്കും? കുറച്ച് കോസ്റ്റ്ലി ആയിട്ടായിരിക്കും ഈ ബിസിനസ് നമുക്ക് ഫോം ചെയ്യാനായിട്ട് പറ്റുള്ളൂ. അതുകൊണ്ട് തന്നെ നമുക്ക് എങ്ങനത്തെയാണോ ലീസ്റ്റ് എക്സ്പെൻഡിച്ചർ ആയിട്ടുള്ള ഒരു ഫോം ഓഫ് ബിസിനസ്സാണ് സെലക്ട് ചെയ്യണമെങ്കിൽ അത്തരക്കാർക്ക് എന്താണ്? സോൾ പ്രൊപ്രൈറ്റർഷിപ്പ് ബിസിനസ്സാണ് കൂടുതലായിട്ട് പ്രിഫറബിൾ ആയിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ മനസ്സിലായില്ലേ കോസ്റ്റ് ആൻഡ് ഇൻ ഈസി സെറ്റിംഗ് അപ്പ് ദ ഓർഗനൈസേഷൻ എന്താണെന്ന്? ഓക്കെ, അടുത്ത് നോക്കാം. അടുത്തെന്താണ്? ലയബിലിറ്റിയുടെ കാര്യം ഒന്ന് ആലോചിച്ച് നോക്കിയേ. സോൾ പ്രൊപ്രൈറ്റർഷിപ്പ് ബിസിനസ്സിന് അവരുടെ ഓണേഴ്സിന് എങ്ങനെയായിരിക്കും? അൺലിമിറ്റഡ് ആയിട്ടുള്ള ലയബിലിറ്റി ആയിരിക്കും. പാർട്ട്ണർഷിപ്പ് ബിസിനസ്സിലോ അവർക്കും അൺലിമിറ്റഡ് ആയിട്ടുള്ള ലയബിലിറ്റി ആയിരിക്കും. എന്തെങ്കിലും ഒരു റിസ്ക് ആ പാർട്ട്ണർഷിപ്പ് ബിസിനസ് വരുവാണെങ്കിൽ അതൊക്കെ ആര് ബിയർ ചെയ്യേണ്ടി വരും? ആ പാർട്ട്നേഴ്സ് ബിയർ ചെയ്യേണ്ടതായിട്ട് വരും. ഇനി ജോയിൻറ്റ് ഹിന്ദു ഫാമിലി ബിസിനസ്സിൻ്റെ കേസ് ആലോചിച്ച് നോക്കിയേ. എന്താണ്? അവിടെ എന്താണ്? കർത്തയ്ക്ക് അൺലിമിറ്റഡ് ആയിട്ട് ലയബിലിറ്റി ആയിരിക്കും, പക്ഷേ മെമ്പേഴ്സിന് ലിമിറ്റഡ് ലയബിലിറ്റി ആയിരിക്കും. കോപ്പറേറ്റീവ് സൊസൈറ്റീസിൻ്റെ കേസസിലും കമ്പനിയുടെ കേസസിലോ അവിടെ എന്താണ്? ലിമിറ്റഡ് ആയിട്ട് ലയബിലിറ്റി ആയിരിക്കും. അപ്പോൾ ഇനി ഇൻവെസ്റ്റേഴ്സിന് ലിമിറ്റഡ് ലയബിലിറ്റി ആയിട്ടുള്ള ഒരു ഫോം ഓഫ് ബിസിനസ്സാണ് വേണ്ടതെങ്കിൽ അവർക്ക് ഏതാണ് സ്യൂട്ടബിൾ? കമ്പനി അല്ലെങ്കിൽ കോപ്പറേറ്റീവ് സൊസൈറ്റി ആയിരിക്കും കൂടുതലായിട്ടുള്ള സ്യൂട്ടബിൾ ആയിട്ടുള്ളത്. ഓക്കെ, അടുത്തെന്താണ്? കണ്ടിന്യൂറ്റി എങ്ങനെയാണ് സോൾ പ്രൊപ്രൈറ്റർഷിപ്പ് ബിസിനസ്സിൻ്റെ?
ഈ സോൾ ഓണർക്ക് സോൾ പ്രൊപ്പറേറ്റർക്ക് എന്താണ് ഡെത്ത് സംഭവിക്കുക, റിട്ടയർമെൻറ്റ് സംഭവിക്കുക, ഇൻസോൾവൻ്റ് ആവട്ട് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ ബിസിനസ് അവിടെ സ്റ്റോപ്പ് ചെയ്യും ഇല്ലേ. പാർട്ട്ണർഷിപ്പ് ബിസിനസ്സിലോ പാർട്ട്നേഴ്സിന് എന്തെങ്കിലും സംഭവിക്കുകയാണ്, ഡെത്ത് സംഭവിക്കുകയാണ്, റിട്ടയർമെൻറ്റ് സംഭവിക്കുകയാണ്, ഇൻസോൾവൻ്റ് ആണെങ്കിൽ പാർട്ട്ണർഷിപ്പ് ബിസിനസ്സും അവിടെ സ്റ്റോപ്പാകും. ഇനി ജോയ് ഹിന്ദു ഫാമിലി ബിസിനസ്സിലോ ഇല്ല, അവിടെ കർത്തയ്ക്ക് എന്ത് സംഭവിച്ചാലും ആ ഒരു ബിസിനസ് അവിടെ സ്റ്റോപ്പ് ചെയ്യുന്നില്ല, അവിടെ ആ ഒരു കണ്ടിന്യൂറ്റി ഉണ്ടായിരിക്കും എന്ന് പറയാം. കോപ്പറേറ്റീവ് സൊസൈറ്റിക്കും കമ്പനിക്കും അതുപോലെ തന്നെയാണ്, അതിന് ഒരു ലോങ് ലൈഫായിരിക്കും അത്തരം ബിസിനസ്സിനുണ്ടാവുക. അപ്പോൾ ഇങ്ങനെ ഒരു പെർമനൻറ്റ് സ്ട്രക്ചറുള്ള ഒരു ബിസിനസ്സാണ് ആവശ്യമെങ്കിൽ അത്തരക്കാർക്ക് കമ്പനി ആയിരിക്കും കൂടുതലായിട്ട് സ്യൂട്ടബിളായിട്ട് പറയാൻ പറ്റുന്നത്. ഇനി ഷോർട്ട് ടേം വെഞ്ചറായിട്ടുള്ള ബിസിനസ്സാണ് ആവശ്യമെങ്കിൽ അവർക്ക് പ്രൊപ്രൈറ്റർഷിപ്പ് ബിസിനസ്സും പാർട്ട്ണർഷിപ്പ് ബിസിനസ്സായിരിക്കും കൂടുതൽ പ്രിഫറബിൾ. ഓക്കെ, അപ്പോൾ മനസ്സിലായോ എന്താണ് കണ്ടിന്യൂയിറ്റിൻ്റെ കേസിൽ? ഓക്കെ, അടുത്ത് നോക്കാം. അടുത്തെന്താണ് മാനേജ്മെൻറ്റ് എബിലിറ്റി. അതായത് നമ്മൾ തുടങ്ങുന്ന ബിസിനസ് എന്ന് പറയുന്നത് ഭയങ്കര കോംപ്ലക്സ് ആയിട്ടുള്ള ഒരു സ്വഭാവമുള്ള ഒരു ബിസിനസ്സാണെന്ന് വിചാരിക്കാം. അങ്ങനെയാണെങ്കിൽ അവിടെ ഒരു പ്രൊഫഷണലി വെൽ ടാലൻറ്റഡ് ആയിട്ടുള്ള മാനേജ്മെൻറ്റ് ആവശ്യമാണ് അല്ലേ. അവിടെ ഒരു പ്രൊഫഷണലി വെൽ ടാലൻറ്റഡ് ആയിട്ടുള്ള മാനേജർ ആവശ്യമാണ്. അങ്ങനെയാണെങ്കിൽ അവിടെ കൂടുതൽ സ്യൂട്ടബിൾ കമ്പനിയാണ് എന്നാണ് പറയുന്നത്. പക്ഷേ അത്രത്തോളം വെൽ ടാലൻറ്റഡ് ആയിട്ടുള്ള ലിമിറ്റഡ് സ്കില്ലുള്ള ആൾക്കാർ മതിയെങ്കിൽ, ലിമിറ്റഡ് മാനേജീരിയൽ സ്കില്ലുള്ള ആൾക്കാർ മതിയെങ്കിൽ, മാനേജ്മെൻറ്റായിട്ട് മതിയെങ്കിൽ അവർക്ക് കൂടുതൽ പാർട്ട്ണർഷിപ്പ് ബിസിനസ്സോ അല്ലെങ്കിൽ പ്രൊപ്രൈറ്റർഷിപ്പ് ബിസിനസ്സായിരിക്കും സ്യൂട്ടബിൾ. ഓക്കെ, അടുത്തെന്താണ് ക്യാപിറ്റൽ കൺസിഡറേഷൻ. എന്താ ഈ ക്യാപിറ്റൽ കൺസിഡറേഷൻ എന്ന് പറയണമെങ്കിൽ നമുക്കിപ്പോൾ ബിസിനസ്സുകൾ സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് എന്ത് വേണം? ക്യാപിറ്റൽ വേണം. അങ്ങനെ ഈ ക്യാപിറ്റൽ ലാർജ് നമ്പർ ഓഫ് ക്യാപിറ്റലാണ് അല്ലെങ്കിൽ ഹ്യൂജ് ക്യാപിറ്റൽ നമുക്ക് ഒരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാൻ ആവശ്യമാണ് എങ്കിൽ അങ്ങനെയാണെങ്കിൽ ഏത് ബിസിനസ്സാണ് കൂടുതൽ സ്യൂട്ടബിൾ? കമ്പനിയാണ് കൂടുതൽ സ്യൂട്ടബിൾ എന്ന് പറയുന്നത്. കാരണം അങ്ങനെ കമ്പനിക്ക് എങ്ങനെയാണ് നമ്പർ ഓഫ് ട്രാൻസ്ഫറബിൾ ഷെയർസുകൾ ഇഷ്യൂ ചെയ്തിട്ട് എന്ത് ചെയ്യാം, അവർക്ക് ക്യാപിറ്റൽ കളക്ട് ചെയ്യാനായിട്ട് പറ്റും. പക്ഷെ പാർട്ട്ണർഷിപ്പ് ബിസിനസ്സിലാണെങ്കിൽ അവരുടെ പാർട്ട്നേഴ്സിനായിരിക്കും ആ ക്യാപിറ്റൽ കോൺട്രിബ്യൂട്ട് ചെയ്യുന്നുണ്ടാവുക. സോൾ പ്രൊപ്രൈറ്റർഷിപ്പ് ബിസിനസ്സിലാണെങ്കിലോ സോൾ പ്രൊപ്രൈറ്റർ ആയിരിക്കും ആ ക്യാപിറ്റൽ, ആ ബിസിനസ്സിന് ആവശ്യമായിട്ടുള്ള ക്യാപിറ്റൽ കോൺട്രിബ്യൂട്ട് ചെയ്യുന്നുണ്ടാവുക. ഓക്കെ, ഇനി അടുത്ത് നോക്കാം ഡിഗ്രി ഓഫ് കൺട്രോൾ. അതായത് ഇപ്പം നമ്മൾ ഓണറാണ് അല്ലേ, നമുക്ക് ഈ ഓണർ എന്ന രീതിയിൽ ആ ഒരു ബിസിനസ്സിൽ, നമ്മുടെ ബിസിനസ്സിൽ നല്ല കൺട്രോൾ വേണം, നമുക്ക് നല്ല അബ്സല്യൂട്ടായിട്ടുള്ള ഡിസിഷൻ മേക്കിംഗ് അതോറിറ്റി വേണം, അങ്ങനെയുള്ള ഒരു ആവശ്യമാണ് നമുക്കുള്ളത് എങ്കിൽ അങ്ങനെയുള്ള ബിസിനസ്സുകൾക്ക് നമുക്ക് നല്ല കൺട്രോളുള്ള, നമുക്ക് അബ്സല്യൂട്ട് ഡിസിഷൻ മേക്കിംഗ് പവറുള്ള ബിസിനസ്സാണ് സോൾ പ്രൊപ്രൈറ്റർഷിപ്പ് അല്ലെങ്കിൽ പാർട്ട്ണർഷിപ്പ് എന്നൊക്കെ പറയണത്. പക്ഷെ നമുക്ക് ഈ കമ്പനി ആണെങ്കിൽ കമ്പനികൾക്ക് നമുക്ക് ഡിസിഷൻ മേക്കിങ്ങിനും കൺട്രോൾ ചെയ്യാനൊക്കെ സോൾ പ്രൊപ്രൈറ്റർഷിപ്പിനെ വരെ പറ്റുമോ? ഇല്ല. അവർക്ക് ലിമിറ്റഡ് ആയിട്ടുള്ള ലയബിലിറ്റി ആയതുകൊണ്ട് തന്നെ ലിമിറ്റഡ് കൺട്രോൾ അല്ലെങ്കിൽ നമുക്ക് ഡിസിഷൻ മേക്കിങ്ങിലൊക്കെ അത്രത്തോളം നമുക്ക് ഒരു കൺട്രോൾ ചെയ്യാനോ ഡിസിഷൻ എടുക്കാനൊന്നും പറ്റില്ല. അവിടെ ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ് ആയിരിക്കും, ഒരു സെലക്റ്റഡ് ആയിട്ടുള്ള ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ് ആയിരിക്കും ആ ഒരു ബിസിനസ്സിനെ മാനേജ് ചെയ്യുകയും കൺട്രോൾ ചെയ്യുകയൊക്കെ ചെയ്യുന്നുണ്ടാവാം. ഇനി അടുത്ത് എന്താണ് നാച്ചർ ഓഫ് ബിസിനസ്. ഇപ്പോൾ നമ്മളൊരു ഗ്രോസറി ഷോപ്പാണ് തുടങ്ങണതെന്ന് വിചാരിക്കുക. അങ്ങനെയാണെങ്കിൽ അത് കമ്പനിയായിട്ട് തുടങ്ങാൻ പറ്റുമോ? ഒരു ഗ്രോസറി ഷോപ്പ് കമ്പനിയായിട്ട് തുടങ്ങാൻ പറ്റുമോ? ഇല്ല. അവിടെ ലിമിറ്റഡ് ആയിട്ടുള്ള റിസോഴ്സസ് മതി. അപ്പോൾ അതിന് അവിടെ കൂടുതൽ സ്യൂട്ടബിൾ എന്ന് പറയണത് എന്താണ് സോൾ പ്രൊപ്രൈറ്റർഷിപ്പ് ബിസിനസ്സിനായിരിക്കും. പക്ഷെ നമ്മൾ ലാർജ് മാനുഫാക്ചറിങ് യൂണിറ്റുകളാണ് തുടങ്ങണമെങ്കിൽ അവിടെ കൂടുതൽ സ്യൂട്ടബിൾ കമ്പനി ആയിരിക്കും. ഓക്കെ, അപ്പോൾ കമ്പനി ഫോം ഓഫ് ബിസിനസ് ഓർഗനൈസേഷൻ ആയിരിക്കും നമ്മൾ സെലക്ട് ചെയ്യുന്നുണ്ടാവുക. അപ്പോൾ അതേപോലെ ഒരു സർവീസാണ്, ഒരു പ്രൊഫഷണൽ സർവീസ് നേച്ചറുള്ള ഒരു ബിസിനസ് ആണെങ്കിൽ അത്തരം ബിസിനസ്സുകൾക്ക് പാർട്ട്ണർഷിപ്പ് ബിസിനസ്സാണ് മോർ സ്യൂട്ടബിളായിട്ട് കൺസിഡർ ചെയ്യണത്. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായോ ഫോം ഓഫ് ബിസിനസ് ഓർഗനൈസേഷൻ നമ്മൾ സെലക്ട് ചെയ്യുമ്പോൾ കൺസിഡർ ചെയ്യേണ്ട ഫാക്ടേഴ്സുകൾ എന്തൊക്കെയാണ്? ഒന്ന് കോസ്റ്റ്, പിന്നെന്താണ് ലയബിലിറ്റി, കണ്ടിന്യൂയിറ്റി, മാനേജ്മെൻറ്റ് എബിലിറ്റി, ക്യാപിറ്റൽ കൺസിഡറേഷൻ ആൻഡ് ഡിഗ്രി ഓഫ് കൺട്രോൾ, നാച്ചർ ഓഫ് ബിസിനസ്. ഓക്കെ, അടുത്ത ടീച്ചറിനെ എളുപ്പമാക്കിയിട്ടൊരു ടേബിളാക്കി കൊടുത്തിട്ടുണ്ട്. നോക്കി അവൈലബിലിറ്റി ഓഫ് ക്യാപിറ്റൽ. അതായത് ക്യാപിറ്റലിന് നന്നായിട്ട് അവൈലബിൾ ആണെങ്കിൽ അത് മോസ്റ്റ് അഡ്വാൻറ്റേജസ് ആർക്കായിരിക്കും?
കമ്പനിക്കായിരിക്കും. ലീസ്റ്റ് അഡ്വാൻറ്റേജസോ സോൾ പ്രൊപ്രൈറ്റർഷിപ്പ് ബിസിനസ്സിന് അല്ലേ. മോസ്റ്റ് അഡ്വാൻറ്റേജസ് എന്ന് പറയുമ്പോൾ കമ്പനിയിലാണെങ്കിൽ നമുക്ക് വേഗം ക്യാപിറ്റൽ, ലാർജസ്റ്റ് ക്യാപിറ്റൽ കളക്ട് ചെയ്യാനായിട്ട് പറ്റും. സോൾ പ്രൊപ്രൈറ്റർഷിപ്പ് ബിസിനസ്സിലാണെങ്കിൽ ആ സോൾ പ്രൊപ്രൈറ്റർ ആയിരിക്കും ആ ഒരു ബിസിനസ്സിന് ആവശ്യമായിട്ടുള്ള ഫണ്ടിനെ കളക്ട് ചെയ്യുന്നുണ്ടാവുക അല്ലേ, കോൺട്രിബ്യൂട്ട് ചെയ്യുന്നുണ്ടാവുക. ഇനി അടുത്തത് നോക്കിയേ, കോസ്റ്റ് ഓഫ് ഫോർമേഷൻ. നമുക്ക് കോസ്റ്റ് ഫോർമേഷൻ എന്ന് പറയുമ്പോൾ കുറവുള്ള കുറച്ച് കോസ്റ്റോട് കൂടിയിട്ട് ഫോം ചെയ്യാൻ പറ്റുന്ന ബിസിനസ് ഏതാണ്? സോൾ പ്രൊപ്രൈറ്റർഷിപ്പ്. നമുക്ക് ഭയങ്കര കോസ്റ്റോട് കൂടിയിട്ട് ഫോം ചെയ്യുന്ന ഏതായിരിക്കും? കമ്പനി ആയിരിക്കും. അവിടെ എന്താണ്, കൂടുതൽ ലീഗൽ ഫോർമാലിറ്റീസുകളും രജിസ്ട്രേഷൻ പോലെയുള്ള കുറേ ഫോർമാലിറ്റീസുകളൊക്കെ ആവശ്യമാണ്. അപ്പോൾ കമ്പനി ഉണ്ടാക്കുക എന്ന് പറയുന്നത് ഭയങ്കര ഹ്യൂജ് കോസ്റ്റോട് കൂടിയേ പറ്റുള്ളൂ. അപ്പോൾ കോസ്റ്റ് ഓഫ് ഫോർമേഷൻ മോസ്റ്റ് സ്യൂട്ടബിൾ, മോസ്റ്റ് അഡ്വാൻറ്റേജസ് ആയി കിട്ടുന്നത് സോൾ പ്രൊപ്രൈറ്റർഷിപ്പും ലീസ്റ്റ് അഡ്വാൻറ്റേജസിന് കമ്പനിക്കും ആയിരിക്കും. ഇനി അടുത്ത എന്താണ്, ഈസി ഓഫ് ഫോർമേഷൻ. ഈസി ഫോം ചെയ്യാൻ എളുപ്പം ആർക്കാണ്? മോസ്റ്റ് അഡ്വാൻറ്റേജസ് ആയിട്ടുള്ളത് സോൾ പ്രൊപ്രൈറ്റർഷിപ്പ് ബിസിനസ്സിനായിരിക്കും. ലീസ്റ്റ് അഡ്വാൻറ്റേജസ് എന്താണ്? കമ്പനിക്കായിരിക്കും. ഇനി ട്രാൻസ്ഫർ ഓഫ് ഷെയർസ്. കമ്പനിയുടെ ഷെയർസുകൾ നമുക്ക് ഈസിലി ട്രാൻസ്ഫർ ചെയ്യാൻ പറ്റും. എക്സെപ്റ്റ് പ്രൈവറ്റ് കമ്പനി. പ്രൈവറ്റ് കമ്പനി ഒഴികെയുള്ള കമ്പനികളുടെ ഷെയർസുകൾ നമുക്ക് ട്രാൻസ്ഫർ ചെയ്യാനായിട്ട് പറ്റും. പക്ഷേ പാർട്ട്ണർഷിപ്പ് ബിസിനസ്സിൽ നമുക്ക് ഷെയർസുകൾ ട്രാൻസ്ഫർ ചെയ്യാൻ പറ്റുമോ? ഇല്ല. അപ്പോൾ ലീസ്റ്റ് അഡ്വാൻറ്റേജസ് ആയിട്ടുള്ളത് ഏതാണ്? ഫോം ഓഫ് ബിസിനസ് ഏതാണ്? പാർട്ട്ണർഷിപ്പ്. ഇനി അടുത്ത് നോക്കി, മാനേജീരിയൽ സ്കിൽ. അപ്പോൾ ഭയങ്കര മാനേജീരിയൽ സ്കില്ലുള്ള ആവശ്യമുള്ള ആർക്കാണ്? കമ്പനിയായിരിക്കും. അപ്പോൾ മോസ്റ്റ് അഡ്വാൻറ്റേജസ് കമ്പനി. അത്ര മാനേജീരിയൽ സ്കില്ലൊന്നും ആവശ്യമില്ല. ലീസ്റ്റ് ടാലൻറ്റഡ് ആയിട്ടുള്ള, ലീസ്റ്റ് സ്കില്ലുള്ള മാനേജർ ആവശ്യമുള്ള ഫോം ഓഫ് ബിസിനസ് ഏതാണ്? സോൾ പ്രൊപ്രൈറ്റർഷിപ്പ്. ഓക്കെ. ഇനി അടുത്തെന്താണ്, റെഗുലേഷൻസ് എങ്ങനെയാണ്? മോസ്റ്റ് അഡ്വാൻറ്റേജസ് ആർക്കാണ്? സോൾ പ്രൊപ്രൈറ്റർഷിപ്പ് ബിസിനസ്സിന്. ലീസ്റ്റോ? കമ്പനിക്ക്. ഇനി അടുത്ത് നോക്കിയേ, ഫ്ലെക്സിബിലിറ്റി എന്ന് പറയുമ്പോൾ എന്താണ്, നമുക്ക് ഫ്ലെക്സിബിൾ ആയിരിക്കും. നമുക്ക് ആവശ്യമായിട്ടുള്ള കൺട്രോൾ എടുക്കാനും ഡിസിഷൻ എടുക്കാനൊക്കെ പറ്റുന്ന ബിസിനസ് ഏതാണ്? സോൾ പ്രൊപ്രൈറ്റർഷിപ്പ് ബിസിനസ് ആയിരിക്കും. അപ്പോൾ ലീസ്റ്റ് അഡ്വാൻറ്റേജസ് ആയിട്ടുള്ള ബിസിനസ് ഫോം ഏതാണ്? കമ്പനി. വെരി ഗുഡ്. അടുത്തത് നോക്കിയേ, കണ്ടിന്യൂയിറ്റി എങ്ങനെയാണ്? ഒരു ബിസിനസ്സിൻ്റെ ഓണർ, ഷെയർ ഹോൾഡർ മരിച്ചു എന്ന് വിചാരിച്ച്, ഷെയർ ഹോൾഡർ ഇൻസോൾവൻ്റ് ആയി വിചാരിച്ചിട്ട് ആ ബിസിനസ് അവിടെ സ്റ്റോപ്പ് ചെയ്യുമോ? ഇല്ല. പക്ഷേ സോൾ പ്രൊപ്രൈറ്റർഷിപ്പ് ബിസിനസ്സിൽ സോൾ പ്രൊപ്രൈറ്റർക്ക് ഡെത്ത് സംഭവിച്ചു, ഇൻസോൾവൻ്റ് ആയി, റിട്ടയർമെൻറ്റ് സംഭവിച്ചു എങ്കിൽ ആ സോൾ പ്രൊപ്രൈറ്റർഷിപ്പ് ബിസിനസ് അവിടെ സ്റ്റോപ്പ് ചെയ്യും. അപ്പോൾ ഈ കണ്ടിന്യൂയിറ്റി എന്ന് പറയുന്നത് മോസ്റ്റ് അഡ്വാൻറ്റേജസ് ആയിട്ടുള്ളത് കമ്പനിക്കും ലീസ്റ്റ് അഡ്വാൻറ്റേജസ് ആയിട്ടുള്ളത് സോൾ പ്രൊപ്രൈറ്റർഷിപ്പ് ബിസിനസ്സിനും ആയിരിക്കും. അടുത്ത എന്താണ്, ലയബിലിറ്റി എങ്ങനെയാണ്? മോസ്റ്റ് അഡ്വാൻറ്റേജസ് എന്ന് പറയുമ്പോൾ ലിമിറ്റഡ് ലയബിലിറ്റി ഉള്ള ആർക്കായിരിക്കും? കമ്പനിക്ക്. സോൾ പ്രൊപ്രൈറ്റർഷിപ്പ് ബിസിനസ്സിൽ സോൾ പ്രൊപ്രൈറ്റർക്ക് എങ്ങനെയായിരിക്കും ലയബിലിറ്റി? അൺലിമിറ്റഡ് ആയിരിക്കും. വെരി ഗുഡ്. അപ്പം നിങ്ങൾക്കിത് മനസ്സിലായോ? ഡൗട്ടൊന്നുമില്ലല്ലോ? ഓക്കെ. ഏതൊക്കെയാണ് ഒരു ബിസിനസ്സുകൾ ഫോം ചെയ്യുമ്പോൾ കൺസിഡർ ചെയ്യേണ്ട ഫാക്ടേഴ്സുകൾ ഏതൊക്കെയാണ്, അല്ലെങ്കിൽ ഫോം ഓഫ് ബിസിനസ് ഡിസൈഡ് ചെയ്യുമ്പോൾ കൺസിഡർ ചെയ്യേണ്ട ഫാക്ടേഴ്സ് ഏതൊക്കെയാണ് എന്ന് മനസ്സിലായില്ലേ? ഡൗട്ടൊന്നുമില്ലല്ലോ? ഓക്കെ. അപ്പോൾ അടുത്തതായിട്ട് നമുക്കൊരു ടാസ്ക് ചെയ്യാം. ഓക്കെ. അപ്പോൾ ടാസ്ക് ചെയ്യാനായിട്ട് ടീച്ചർ PPT കാണിച്ചു തരാം. എല്ലാവരും PPTയിലേക്ക് പോകും. ഓക്കെ. അപ്പോൾ നമുക്ക് ഈ ഗെയിം ഒന്ന് ചെയ്ത് നോക്കിയാലോ? ഓക്കെ. ഇതിൽ കുറേ കാർഡുകളുണ്ട്. നിങ്ങൾ എന്ത് ചെയ്യണം? ഇതിനെ അതിന് മാച്ച് ആയിട്ടുള്ളതിനുമായിട്ട് പെയർ ചെയ്യണം. റെഡിയല്ലേ? ഓക്കെ. ഫസ്റ്റ് നമുക്ക് ആൻസിസ്ട്രൽ പ്രോപ്പർട്ടി, അത് ഏതുമായിട്ടാണ് മാച്ച്? ഇതാണ് ജോയിൻ ഹിന്ദു ഫാമിലി ബിസിനസ്. നോക്കട്ടെ. ഓക്കെ, അത് പെയർ ചെയ്തിട്ടുണ്ട്. ഇനി അടുത്തത് നോക്കാം. സോൾ പ്രൊപ്രൈറ്റർഷിപ്പ്, അതേതാണ്? സോൾ ഓണർ, അതുമായിട്ട് മാച്ച് ചെയ്യട്ടെ. ഓക്കെ, അത് പെയർ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി അടുത്ത് എന്താണ്? വെൽഫെയർ ഓഫ് മെമ്പർ, അതേതാണ് മാച്ച്? കോപ്പറേറ്റീവ് സൊസൈറ്റി. ഓക്കെ, അത് പെയർ ചെയ്തിട്ടുണ്ട്. അടുത്തേതാണ്? കമ്പനി ആക്ട് 2030, ജോയിൻറ്റ് സ്റ്റോക്ക് കമ്പനി. ഓക്കെ, അതും പെയർ ചെയ്തിട്ടുണ്ട്. പിന്നെ ഏതാണ്? മിനിമം 2 മാക്സിമം 50, ഏതാണ് മാച്ചായിട്ടുള്ളത്? പാർട്ട്ണർഷിപ്പ്. ഓക്കെ, അപ്പോൾ നമുക്ക് ആൻസർ നോക്കാം. ഓക്കെ, വെരി ഗുഡ്. നിങ്ങൾ പെയർ ചെയ്ത് കറക്റ്റാണ്. വെരി ഗുഡ്. ടീച്ചർ എടുത്ത ടോപ്പിക് എന്ന് എല്ലാവർക്കും മനസ്സിലായോ?
മനസ്സിലായി. ഓക്കെ, അപ്പൊ നിങ്ങൾ നാളെ വരുമ്പോൾ ഒരു കുഞ്ഞ് ഹോംവർക്ക് ചെയ്തു വരണം. എന്താച്ചാ പ്രിപ്പയർ എ പ്രൊജക്ട് റിപ്പോർട്ട് ബേസ്ഡ് ഓൺ ദി ഫാക്ടേഴ്സ് ഇൻഫ്ലുവൻസിങ് ചോയ്സ് ഓഫ് ബിസിനസ്. അതായത് ഒരു ബിസിനസ് നമ്മൾ ചോയ്സ് ചെയ്യുമ്പോൾ, ഒരു ബിസിനസ് ഏത് ബിസിനസ് ആയിക്കോട്ടെ, സോൾ പ്രൊപ്പറേറ്റർഷിപ്പ് ബിസിനസ് ആയിക്കോട്ടെ, അല്ലെങ്കിൽ ഒരു പാർട്ട്ണർഷിപ്പ് ബിസിനസ് ആയിക്കോട്ടെ, ജോയിന്റ് ഹിന്ദു ഫാമിലി ബിസിനസ് ആയിക്കോട്ടെ, അതേപോലെ ജോയിന്റ് സ്റ്റോക്ക് കമ്പനി ആയിക്കോട്ടെ, കോപ്പറേറ്റീവ് സൊസൈറ്റി ആയിക്കോട്ടെ, ഏത് ബിസിനസ്സുകളും നമ്മൾ സെലക്ട് ചെയ്യുമ്പോൾ നമ്മൾ കൺസിഡർ ചെയ്യേണ്ട ഫാക്ടേഴ്സുകൾ ഏതൊക്കെയാണ് എന്ന് അതിനെ ബേസ് ചെയ്തിട്ട് ഒരു പ്രൊജക്ട് റിപ്പോർട്ട് എഴുതി കൊണ്ടുവരണം. ഓക്കെ, അപ്പോൾ ഇന്നത്തെ ആക്ടിവിറ്റി എല്ലാവർക്കും മനസ്സിലായില്ലേ? ഡൗട്ട് ഒന്നുമില്ലല്ലോ? അപ്പൊ നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം. താങ്ക് യു.